ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ താക്കുന്ന ഇന്ന് നേരിട്ടൊരു വീഡിയോ കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആവാനായിട്ടുണ്ട്. ആ ഒരു സമയത്താട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ നേരമില്ലാത്തതുകൊണ്ടാട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ചെറിയൊരു വീഡിയോ ഇന്നലെ ഞാനൊരു 3-4 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇട്ടതാട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നമ്മളെ തിരക്കുന്നുണ്ട്, എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇവിടെ കുട്ടികൾക്കൊക്കെ പനിയും കഫക്കെട്ടും ജലദോഷവും എല്ലാം ആയിരുന്നു. പിന്നെ പോരാത്തതിന് ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ നല്ല മഴയല്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഇവരെ സ്കൂൾ കൊണ്ടാക്കാൻ പോകുന്ന അന്ന് രാവിലെ തന്നെ നല്ല സ്ലിപ്പായി നന്നായിട്ട് വീഴുന്നു കേട്ടോ. ചക്കര ചിരിക്കുന്നത്, ചക്കരയാട്ടോ വീഡിയോ എടുക്കുന്നത്, ക്യാമറ ഇളക്കല്ലേ. അപ്പോൾ വീണ് കാലിൻ്റെ അവിടെ, കാലിൻ്റെ ആ ഒരു കുഞ്ഞുവരലുണ്ടല്ലോ, അവിടെ കുറച്ച് വീക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു പരിക്ക്. പിന്നെ ആ ഒരു ദിവസം ഫുള്ളും പോയിട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മളെ കൂട് അപ്പോൾ മഴ ആയതുകൊണ്ട് ഫുള്ള്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വീഡിയോയിൽ, ഫുള്ള് ചീച്ചില്ല കേട്ടോ. ഇന്നിപ്പോൾ മഴ വെയിലില്ല, എന്നാലും മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന അവിടെ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു 2-3 എണ്ണമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഗ്യാപ്പൊക്കെ. ആ ഗ്യാപ്പൊക്കെ ഞാൻ അടച്ചു. ഇനി കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞാൽ നമ്മൾ ഈ വലൻ്റെ സൈഡിൽ കൂടെ മാത്രം കുറച്ച് നെറ്റ് വാങ്ങിയിട്ട് സൈഡ് മാത്രം ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ കൂട് അറിയാലോ, കൂടിൻ്റെ മോൾ ഭാഗത്ത് ഓലയല്ലേ, കാണിച്ചുതരാം. കൂടിൻ്റെ മോൾ ഭാഗത്ത് ഓല ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓല ആണെങ്കിൽ നല്ലതാണ്. പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. നല്ല മരം കേട്ടോ. ഈ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചോലയാണ് നമ്മളെ കൂടിന്. പിന്നെ ഓല എന്ന് പറഞ്ഞപ്പോൾ ഒരു തണുപ്പായിരിക്കും, കൂടിൻ്റെ അടിയിലൊക്കെ ഒരു തണുപ്പുള്ള ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്തുക്കളൊക്കെ ഉണ്ടോ എന്നൊരു ഇതില്ലായല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മഴ സമയത്ത് നമുക്കൊന്നും കൂടിൻ്റെ മോൾ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മഴയൊക്കെ പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴ എന്തായാലും കുറച്ചും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മഴ ചോരുന്നു അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഒരു കൂടിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് മഴപ്പാറിൽ ഇങ്ങോട്ട് വന്നിട്ട് നിലത്തേക്കൊക്കെ ഇങ്ങനെ ഇതാവട്ടോ. അപ്പോൾ നിലം എന്തെങ്കിലും ഒന്ന് ആക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് മനുഷ്യന്. അപ്പോൾ കുറച്ച് മരപ്പൊടിയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുമ്മായൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരോ ഐഡിയ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളുണ്ടാട്ടോ. പിന്നെ ഇവരെ ഞാൻ കൂടുന്ന പുറത്തേക്ക് ഇറക്കല്ല. ഇടയ്ക്ക് പറയും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കുന്നല്ല എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു മഴ കാരണം നമുക്ക് തീരെ ഇറക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇവർക്ക് ആവശ്യത്തിനുള്ള തീറ്റയും അതേപോലെ വെള്ളവും നമ്മളെപ്പോഴും ഡെയിലി കൂട്ടിൽ എപ്പോഴും കിട്ടുന്നത് പോലെ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഒരു തൂക്കൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അല്ല. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ലിക്സൺ പൗഡറിൻ്റെ ആ ഒരു പൊടി തന്നെ കേട്ടോ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ചില 2-3 കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനെ തൂക്കൽ പിടിച്ച് നമ്മളെ ചിറകൊക്കെ പൊന്തിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ പ്രശ്നമല്ല. ആൾക്കാർ 2 ദിവസമായിട്ട് ആ ഒരു പൊടി കൊടുത്തതിന് ശേഷം വലിയ പ്രശ്നം കേട്ടോ. പിന്നെ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ തൂക്കലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ലിക്സൺ പൗഡർ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ലിക്സൺ പൗഡർ ഒരു 3-4 ദിവസം 5 ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ നല്ല മാറ്റം കാണാൻ പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും പറയാനുണ്ട്, നമ്മളെ കൂടിന് അറ്റകുറ്റപ്പണികളൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ ബാക്കിയുള്ളത്. പിന്നെ കൂടിന് ഡോറ് വെച്ചില്ല. പിന്നെ മനുഷ്യരണം ഒഴിവില്ലാത്തത് കൊണ്ടാട്ടോ. പിന്നെ നമ്മളെ ഇതൊക്കെ നല്ല കൂടാട്ടോ. ഇതിൻ്റെ അടി ഗ്രില്ല് പോയിന്ന് മാത്രമേ ഉള്ളൂ. നല്ല കൂടാട്ടോ. പിന്നെ ഇവരെ വലൻ്റെ ഉള്ളിലാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് രാത്രിയാണെങ്കിലും ഇനിയിപ്പോൾ കൂടെ അടച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗത്തായിട്ട്. എന്താ വെച്ചാൽ നമ്മളിവിടെ ഈ ഒരു കൂടിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കോഴികൾ ചില സമയത്ത് കൂട്ട് കയറൂല കേട്ടോ. കൂട്ട് കയറാത്ത സമയത്ത് ഇവിടെ വന്ന് ഇരിക്കും. എന്നിട്ട് രാവിലെ നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗം മൊത്തം വൃത്തികേടാ, അങ്ങനെ കേട്ടോ പരിപാടി. അപ്പം ഇന്നലെ ഞാൻ ഈ കൂടിൻ്റെ മോൾ ഭാഗത്തുള്ള ഷീറ്റൊക്കെ എടുത്ത് ഈ ഒരു ഭാഗത്തുള്ള ഷീറ്റൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇതാക്കുന്ന ഈ ഒരു കൂടിൻ്റെ മുകളിലെ ഭാഗത്തുള്ള ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം ഇവിടെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അവിടെയൊക്കെ പിന്നെ ആ ഒരു ഇതിട്ട് ആ ഗ്യാപ്പ് കൂടെ നമ്മളെ കോഴികൾ പ്ലാസ്റ്റിക് ഞാൻ താത്തിയിട്ടായിരുന്നു കേട്ടോ. അവിടെ കാണാൻ പറ്റും. ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇങ്ങനെ മറച്ചു വെച്ച് ആ ഒരു ഭാഗത്ത് കൂടെ കയറി നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗത്തേക്ക് കയറായിട്ട്. രാത്രി കൂട്ടി കയറൂല.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം നമ്മളെ കോഴികൾ ഇവിടുന്ന് കൂടിന്റെ മുകളിലേക്ക് ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല ഇട്ടതാട്ടോ. പിന്നെ മുട്ട ഇടാനുള്ള കോഴികൾ മാത്രം ഇതിലെങ്ങനെ ചാടി കയറുള്ളൂ. പിന്നെ നമ്മളെ കുഞ്ഞി മണികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവര് നിങ്ങൾക്കറിയാലോ ഇപ്പൊ ലാസ്റ്റ് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. ഇവര് ഞാൻ ഈ ഒരു കൂട്ടിൽ നിന്ന് ഇപ്പൊ രാവിലെ ഞാൻ ഈ കൂട്ടിലേക്ക് മാറ്റിയാട്ടോ. കുറച്ച് തിന്നാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ കൂടിന്റെ ഇവിടെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇവരെ തുറക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ ഒരു മഴ ഇങ്ങനെ അടഞ്ഞുകൂടി നിൽക്കൊണ്ട് തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ എന്തായാലും മഴയൊന്ന് വിട്ട് നിന്നിട്ട് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് തുറക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ തിന്നാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഡിഷിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നിലത്തൊക്കെ അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ഇങ്ങനെ കൊത്തി കഴിച്ചോടാൻ വിചാരിച്ചത്. ഈ ഒരു ഭാഗമാകുമ്പോൾ അത്ര വൃത്തികേടില്ല. നമ്മൾ കൂടിൻ്റെ ആ ഒരു ഭാഗമാണ് അവരെപ്പോഴും ഈ ഒരു മഴ കാരണം പിന്നെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിൻ്റെ അടിഭാഗമൊക്കെ ഏകദേശം ഒന്ന് വൃത്തികേടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നമല്ല. ഇപ്പോൾ മഴ ദിവസം ഒന്ന് വിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ കോഴിയുടെ കുറച്ചായി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ ഇവിടെ കിട്ടാനുള്ളത് അധികം പപ്പായുടെ ഇലയും മുരിങ്ങൻ്റെ ഇലയും ആയതുകൊണ്ട് അത് അധികം നമ്മൾ കോഴികൾക്ക് കൊടുക്കാറുണ്ട്. അത് ഡെയിലി ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് സൗകര്യം കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് നേരം കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ ഇല പുതുതായിട്ട് നമ്മുടെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇവരെ സമയം കണ്ടെത്തി ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പേര് എന്തായാലും നമ്മളെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു കമന്റിൽ സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ നമ്മളെ സ്ഥിരം നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. എന്നാലും എനിക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇന്ന വീഡിയോ ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്. അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.